മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡീസൽ എഞ്ചിൻ 1,00,000 കിലോമീറ്റർ സർവീസിന് വന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ 1,00,000 കിലോമീറ്ററിൻ്റെ ഇതിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈമിംഗ് ചെയിൻ മെയിനായിട്ട് ചെയ്യുന്നത് ടൈമിംഗ് ചെയിനെ കഴിച്ചിട്ടിട്ടുണ്ട്. അത് എഞ്ചിൻ ഇറക്കിയിട്ടാണ് ചെയ്യുന്നത്. എഞ്ചിൻ ഇറക്കി ചെയ്യുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് മെയിനായിട്ട് ഗിയർ ബോക്സ് അയക്കാണ്ട്, അതുപോലെ ക്ലച്ച് മാറാൻ. ക്ലച്ച് നമ്മൾ ഓൾറെഡി ക്ലച്ച് മാറ്റിയതിന് ശേഷം ഗിയർ ബോക്സ് ഇട്ട് അതിന് ശേഷമാണ് ഇവിടെ ഫ്ലൈ വീലിൻ്റെ ഭാഗത്ത് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ടൈമിംഗ് ചെയിൻ അയക്കണമെങ്കിൽ ഫ്ലൈ വീലിൻ്റെ ഭാഗത്തേക്ക് ലോക്ക് ചെയ്യണം. അപ്പോൾ അത് അയക്കുന്ന സമയത്ത് മാനിഫോൾഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്. 1,00,000 കിലോമീറ്റർ സർവീസിൻ്റെ ഇത് മാനിഫോൾഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ EGR വാൾവ് അതിൻ്റെ കണക്ഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇൻ്റർകൂളർ ഇതൊക്കെ എല്ലാം ഡീസൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ടൈമിംഗ് ചെയിൻ്റെ ചെയ്യുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഓയിൽ സമ്പ്, അതുപോലെ ടൈമിംഗ് ചെയിൻ വരുന്ന ഭാഗത്തെ കവർ, ഓയിൽ പമ്പ് വരുന്ന കവർ ഇതൊക്കെ അയച്ചു വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ 1,00,000 കിലോമീറ്റർ സർവീസിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഞ്ചിൻ ഇറക്കിയിട്ട് ചെയ്യുന്നത് കൂടുതൽ നല്ലത്. കാരണം ഒന്നാമത് ഈ ടൈമിംഗ് ചെയിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്ത് അയക്കുമ്പോൾ ഈ സൈഡത്തെ ഫൗണ്ടേഷൻ അയക്കണം. അതുപോലെ ഗിയർ ബോക്സ് ക്ലച്ച് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ഗിയർ ബോക്സ് വയ്ക്കണം. അപ്പോൾ രണ്ട് സൈഡും അയക്കുന്നതുകൊണ്ട് എഞ്ചിൻ മൊത്തത്തിൽ ഇറക്കിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഗിയർ ബോക്സ് പെട്ടെന്ന് അയച്ചു മാറ്റി ക്ലച്ച് കയറ്റി ശേഷം ടൈമിംഗ് ചെയിൻ്റെ ഭാഗങ്ങൾ മൊത്തം അയച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ EGR, അതുപോലെ മാനിഫോൾഡ്, അതുപോലെ ബാക്കി ഇൻ്റർകൂളർ, ഈ കാര്യങ്ങളൊക്കെ ഡീസലിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ ഡീസലിൽ കുതിർത്ത് അതിന് ശേഷം ഫുള്ള് നല്ല പ്രഷർ വാഷറിൽ വെള്ളം അടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഇപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് വരച്ച് ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇൻ്റർകൂളറിൽ വരുന്ന EGRൻ്റെ ഇതിൽ വരുന്ന ആ കൂളറിലൊക്കെ ഉണ്ട്, നല്ല കച്ചറുണ്ട്. അതുപോലെ മാനിഫോൾഡിലൊക്കെ നല്ല കച്ചറയാണ്. ഞാൻ കാണിച്ചു തരണ്ട, നല്ല കച്ചറുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യണം. മാനിഫോൾഡ് ഇതിൻ്റെ അകത്തൊക്കെ കണ്ട ഫുൾ കച്ചറയാണ്. അപ്പോൾ ഇതൊക്കെ മൊത്തം ക്ലീൻ ചെയ്യണം. 1,00,000 കിലോമീറ്റർ സർവീസിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടികളുണ്ടെങ്കിൽ ഇതുപോലെ എഞ്ചിൻ അയച്ചിട്ട് മൊത്തം ചെയ്യണമായിരിക്കും കൂടുതൽ നല്ലത്.